നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ രജത ജൂബിലിയുടെ ഭാഗമായി 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ സമാപിച്ചു. ടെക്നിക്കൽ ഫെസ്റ്റിവൽ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കുടുംബശ്രീ സംഗമം, ശില്പശാലകൾ എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് കോളേജിൽ നടന്നത്. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വിവിധ പരിപാടികളുടെ സമാപന സമ്മേളനം കോതമംഗലം RDTE റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ PS സോളമൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നോക്കി കാണേണ്ടത് നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങളുമായിട്ട് നമ്മുടെ സിസ്റ്റം ആകെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഈ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെ കുറച്ചും കൂടി സീരിയസ് ആയി കുറച്ചും കൂടി ഭംഗിയായി ചെയ്യാനായിട്ട് മനസ്സ് വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊന്നും കൃത്യമായി സീരിയസ് ആയിട്ടും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന 3 പ്രോഗ്രാമുകൾ ആകെ 3 നമ്മൾ അപ്ലൈ ചെയ്തുള്ളൂ, 3നും അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായോടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് തന്നെയാണത്, സംശയമില്ല. എങ്കിലും നമ്മൾ മനുഷ്യന്മാർ കൈകാര്യം ചെയ്യുന്ന ഏത് സംവിധാനത്തിനും ഏത് സിസ്റ്റത്തിനും ഇംപ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമുക്ക് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി ഒപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ആക്ടിവിറ്റിയും കുറെ കൂടി എഫക്റ്റീവായിട്ട് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ കുറെ കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് കുറെ കൂടി കൂടുതൽ ധൈര്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലായില്ല പറയൂ, കൃത്യമായി ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം. നിങ്ങൾക്കറിയാമോ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വളരെ വലിയ ഒരു ഫേസ് ചേഞ്ചിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കാര്യമായ ഒരു വ്യത്യാസങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇപ്പോൾ ഏറ്റവും ചെറിയ ലെവലിലുള്ളതാണ് ടെക്നിക്കൽ ഹൈസ്കൂൾസ്. നമുക്കറിയാം, ടെക്നിക്കൽ ഹൈസ്കൂൾസിൽ പഠിച്ച കുറച്ച് പേരെങ്കിലും ഈ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ വർഷം മുതൽ ടെക്നിക്കൽ ഹൈസ്കൂൾസിൽ +1 +2 കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങളിലായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ വർഷം തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള 6 ടെക്നിക്കൽ ഹൈസ്കൂൾസിൽ +1 +2 ഹയർ സെക്കൻഡറി തുടങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. കൂടാതെ നമ്മുടെ പോളിടെക്നിക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു ആക്ടിവിറ്റി നമ്മുടെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഫൈനൽ സെമസ്റ്ററിന് പകരമായിട്ട് ഇന്റേൺഷിപ്പ് ഇംപ്ലിമെന്റ് ചെയ്തു. എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ ഇന്റേൺഷിപ്പ് ചാൻസസ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടും. ഈ വർഷം കുറച്ച് പേർക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ട്. കൃത്യമായി അത് ഉപയോഗിക്കണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കോളേജ് പ്രിൻസിപ്പൽ KP യാമിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലോചന നടന്നത് നമ്മളൊരു ഒക്ടോബർ മാസം തുടങ്ങി, നമ്മൾക്ക് നവംബർ ഡിസംബർ പരീക്ഷകൾ കഴിഞ്ഞ് ജനുവരി മുതൽ നമ്മൾ തീയതികൾ തീരുമാനിക്കാൻ ശ്രമിച്ചു. നമ്മൾ ഇതിലേക്ക് എത്തിക്കാനുള്ള പ്രമുഖ വ്യക്തികൾ അവരുടെ ഒരു അവൈലബിലിറ്റി, അവരുടെ ലഭ്യതയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് മാറ്റിയാണ് ഇന്ന് എത്തിച്ചേർന്നത്. എങ്കിലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമുക്കിവിടെ വളരെ സജീവമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ഇവൻറ്റ്സ്. ഇന്നലെ നമ്മളുടെ കുട്ടികളുടെ തന്നെ ഒരു ബാൻഡ് അരങ്ങേറുകയുണ്ടായി ഇവിടെ. അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്കൊരു വേദി ലഭിച്ചു. ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനിടയിൽ ചെയ്തെങ്കിലും നമുക്ക് കുറച്ചുകൂടി കുട്ടികളെ എത്തിക്കാമായിരുന്നു എന്നൊരു കാര്യം നമ്മൾക്ക് ഓർമ്മയിലുണ്ട്. അത് തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും തന്നെ ഒരു ടെക്നിക്കൽ ഫെസ്റ്റിവൽ ഞങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട്. ആ അവസരത്തിൽ ഈ പരിമിതികളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ഒന്നായിരിക്കും എന്ന് തന്നെ കരുതുകയാണ്. ഇതാണ് ആമുഖമായിട്ട് അധ്യക്ഷ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മളുടെ NBA, അതായത് ലോക നിലവാരമുള്ള പഠന മറ്റു സൗകര്യങ്ങൾ നമ്മൾ ഇവിടെ ഉറപ്പാക്കുന്നു എന്ന രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള 3 പ്രോഗ്രാമുകൾ, ഇവിടെ 5 പ്രോഗ്രാമുകളാണുള്ളത്. അതിൽ 3 പ്രോഗ്രാമുകളായിട്ടുള്ള സിവിൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ, ഈ 3 വിഭാഗങ്ങൾക്കാണ് നമുക്ക് NBA അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഈ NBA അംഗീകാരം ലഭിക്കുന്നതിൽ വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ എല്ലാം ഇന്നലെ അനുമോദിക്കുകയുണ്ടായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ,
ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജാനകി, കെ ശ്രീവിദ്യ, PTA വൈസ് പ്രസിഡന്റ് M രാമദാസ്, പ്രോഗ്രാം കൺവീനർ അനിത ജേക്കബ്, ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി മുഹമ്മദ് അഷ്റഫ്, വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറി KR റോഷൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ 3 ദിവസങ്ങളിലായി ടെക്നിക്കൽ എക്സിബിഷനും അതുപോലെ തന്നെ പ്രൊജക്റ്റ് കോമ്പറ്റീഷനും എക്സ്പോയും അലൂമിനി സംഗമവും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് മുന്നേ നടന്ന സ്ഥാപന മേധാവികളെ ആദരിക്കലും വിവിധ പ്രദർശനങ്ങളും കുടുംബശ്രീ വിദ്യാർത്ഥിനികളുമായിട്ടുള്ള മുഖാമുഖവും തുടങ്ങി ഒട്ടേറെ പരിപാടികളാണ് 3 ദിവസങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടത്. ഇതിൻ്റെ ആലോചന നടന്ന ഘട്ടത്തിൽ ഈ 3 ദിവസത്തെ ഇത്തരം പരിപാടികൾ എത്രയേറെ വിജയമാക്കാൻ കഴിയും എന്നത് പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതീക്ഷക്കപ്പുറത്ത് ഈ 3 ദിവസങ്ങളിലായി നടന്ന പരിപാടികൾ വളരെ വിപുലമായി സംഘടിപ്പിക്കാനായി എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. വിജയത്തിൽ ആഹ്ലാദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിയുടെ പങ്കാളിത്തം കൊണ്ടല്ല, മറിച്ച് ഒരു ആശയ വിതരണത്തിൻ്റെ പരിസരമാക്കി പോളിടെക്നിക്കിലെ രജത ജൂബിലി ആഘോഷത്തെ മാറ്റി തീർക്കാൻ നമുക്കായി എന്നത് ചെറിയ കാര്യമായി കാണുന്നില്ല. ഈ പറഞ്ഞ പരിപാടികളിലെല്ലാം ആരോഗ്യകരമായ ആശയ വിതരണം നടന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നാം ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും സാങ്കേതികമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണ്. അത് കേവലം അക്കാഡമിക്കലായി തൊഴിലധിഷ്ഠിതമായി മാത്രം കാണുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ സാരാംശത്തെ വിവിധ മേഖലകളിലേക്ക് വിതരണം ചെയ്യപ്പെടാൻ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ്. റൈറ്റ് ന്യൂസ് ചേലക്കര. ഹായ്, നമസ്കാരം. ഞാൻ കല്ലുവാണ്. ചേലക്കര തോണൂർക്കര AUPS 110 വർഷങ്ങളുടെ നിറവിലാണ്. 110ാം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫെബ്രുവരി 29-ാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം.